എം.ആർ. അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ അനുമതി കിട്ടി. DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനാണ് അനുമതി കിട്ടിയിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, നിലവിൽ അദ്ദേഹത്തിനെതിരെ 3 അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് DGP ആയിട്ട് സ്ഥാനക്കയറ്റം നൽകുന്നതിൽ തടസ്സമല്ല എന്ന് നേരത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നതാണല്ലോ. ഇപ്പോൾ അതിന് അതേപടിയുള്ള അംഗീകാരമാണോ മന്ത്രിസഭയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്? മഞ്ജുഷ, ഇതുവരെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അജിത് കുമാറിനെതിരെ പല ആരോപണങ്ങളുണ്ടെങ്കിലും ത്രിതല അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ ഒരു FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണമില്ല. ഏതെങ്കിലും കേസിൽ പ്രതിയല്ല. ഈ അനധികൃത സ്വത്ത് സമ്പാദനം, PV അൻവർ ഉന്നയിച്ച ആരോപണമാണ്. അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 1 ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. എം.ആർ. അജിത് കുമാറിനെ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച രേഖകൾ വിജിലൻസ് സംഘം തേടുകയും ചെയ്തിരുന്നു. ഇതുവരെയും FIR രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ വകുപ്പ് തലത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനക്കയറ്റത്തിന് മറ്റെന്തെങ്കിലും തടസ്സമില്ല. കോടതിയിൽ ഏതെങ്കിലും കേസുകൾ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ DGP സ്ഥാനത്തേക്ക് ഉയർത്താമെന്നുള്ള ആ ശുപാർശ ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നത്. സുരേഷ് രാജ് പുരോഹിതും അതോടൊപ്പം തന്നെ എം.ആർ. അജിത് കുമാർ, ഈ 2 പേരാണ് സീനിയോറിറ്റി അനുസരിച്ച് അടുത്ത് DGP റാങ്കിലേക്ക് വരേണ്ട ആളുകൾ. ഇതിൽ സുരേഷ് രാജ് പുരോഹിതായിരിക്കും ആദ്യം DGP റാങ്കിലേക്ക് എത്തുക. അദ്ദേഹത്തിനാണ് സീനിയോറിറ്റി. തൊട്ട് പിന്നാലെ അജിത് കുമാറും എത്തും, എം.ആർ. അജിത് കുമാറും എത്തും. നേരത്തെ എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ P. വിജയന് സ്ഥാനക്കയറ്റം നിഷേധിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അദ്ദേഹം ADGP ആകേണ്ടതായിരുന്നു. IG റാങ്കിൽ തുടരേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇന്റലിജൻസ് ADGP ആണ്. സമാനമായ സാഹചര്യത്തിലൂടെയാണ് എം.ആർ. അജിത് കുമാർ കടന്നുപോയതെങ്കിലും അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുകളോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുള്ള നടപടിയോ ഉണ്ടായില്ല. നേരത്തെ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്തുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്തത്. CPIയുടെ അടക്കം എതിർപ്പുകൾ ഉയർന്നു വന്ന സാഹചര്യം, തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എം.ആർ. അജിത് കുമാറിനെ നേരത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പക്ഷേ സസ്പെൻഷൻ പോലുള്ള നടപടിയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നില്ല. ഏതായിരുന്നാലും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ ഇപ്പോൾ മന്ത്രിസഭാ യോഗം. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് സർക്കാർ നീക്കിയ എം.ആർ. അജിത് കുമാർ ADGPക്ക് DGP പദവി നൽകാമെന്നാണ് ഇപ്പോൾ മന്ത്രിസഭാ തീരുമാനം. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. നിലവിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് വിജിലൻസ് അന്വേഷണം, RSS നേതാവിനെ കണ്ടതിലുള്ള അന്വേഷണം, അതേപോലെ തന്നെ തൃശൂർ പൂരം അലങ്കോലമാക്കിയതിലുള്ള അന്വേഷണം, ഈ 3 അന്വേഷണങ്ങൾ നേരിടുന്നയാളാണ് ADGP എം.ആർ. അജിത് കുമാർ. പക്ഷേ ഒരു FIR-ഉം എം.ആർ. അജിത് കുമാറിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ഇത്തരമൊരു ശുപാർശ നൽകാൻ കാരണം. ആ ശുപാർശ മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു.